വില്ലനായി ധനുഷ്, യുദ്ധത്തിനൊരുങ്ങി നയൻതാര. ഇന്ന് നയൻതാരയുടെ 40ാം ജന്മദിനമാണ്. ഈ ദിവസത്തിലും അവർ പതിവില്ലാത്ത വിധം വിവാദപരമായ ഒരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണടച്ച് തുറക്കും വേഗത്തിലായിരുന്നു നയൻതാര തെന്നിന്ത്യൻ സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായി മാറിയത്. അതിനു പിന്നിൽ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും പുറം ലോകം അറിയാത്ത പല തലങ്ങളുണ്ടെന്ന് മറ്റൊരു സത്യം. വിഷയം ഇതൊന്നുമല്ല. എക്കാലവും സിനിമയിലെ കള്ളക്കളികളും കാപട്യങ്ങളും വശമില്ലാത്ത സ്ട്രേറ്റ് ഫോർവേഡ് നേച്ചറുള്ള സ്ത്രീയായിരുന്നു അവർ. ആർക്കെതിരെയും അനാവശ്യമായി വാളെടുക്കുകയോ സഹതാരങ്ങളുടെ അവസരങ്ങൾ തട്ടിപ്പറിക്കുകയോ ചെയ്തിട്ടില്ല. അഭിമുഖങ്ങളിൽ ഒന്ന് പറയുകയും നേർവിപരീതമായി ജീവിതത്തിൽ പെരുമാറുകയും ചെയ്യുന്ന ശീലവുമില്ല. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ. ഇതാണ് നയൻസിന്റെ ഒരു സ്റ്റൈൽ. പക്ക പ്രൊഫഷണലിസമാണ് മറ്റൊരു സവിശേഷത. സെറ്റിൽ സമയനിഷ്ഠ പാലിക്കുകയും പ്രൊഫഷനോട് കറകളഞ്ഞ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യും. പറയുന്ന വാക്ക് കൃത്യമായി പാലിക്കും. പരാതികൾക്ക് ഇട നൽകാതെ സിനിമ ഷെഡ്യൂളുകൾ ക്രമീകരിക്കാൻ അവർക്കറിയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നയൻസിലേക്ക് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. തമിഴിലെ ഏതൊരു മുൻനിര താരവും പോലെ ഒരു കൂട്ടം മാനേജേഴ്സിന്റെ നടുവിലാണ് അവർ. നയൻസിനോട് ഒരു കഥ പറയുക, അവരുടെ ഡേറ്റ് ലഭിക്കുക എന്നതൊക്കെ മുൻനിര സിനിമാക്കാർക്ക് പോലും ബാലികേറ മലയാണ്. പക്ഷേ ഇതൊന്നും തെറ്റല്ല. നൂറുകണക്കിന് ആളുകൾ സമീപിക്കുമ്പോൾ ഒരു വലിയ താരം ചൂസ് ചെയ്യാവുന്നത് സ്വാഭാവികം. തീരുമാനമെടുത്താൽ പിന്നെ ആ പ്രൊജക്ടിനൊപ്പം അവർ എല്ലാം മറന്നു നിൽക്കും. ആർക്കും പരാതിക്കിട നൽകാതെയാണ് നാളിതുവരെ അവർ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. നയൻസിന് തലക്കനമുണ്ടെന്നോ ഫെമിനിറ്റിസമയിലും അകാരണവും അനാവശ്യമായ പുരുഷ വിദ്വേഷമുണ്ടെന്നോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അവരെന്നും സ്നേഹിക്കപ്പെടാൻ മോഹിച്ച സ്ത്രീയായിരുന്നു. പല കാലങ്ങളിൽ പല പ്രണയങ്ങൾ അവരുടെ പേരുമായി ചേർത്ത് വെച്ച് വാർത്തകളിൽ നിറഞ്ഞു. ഇതിലൊന്നും തെറ്റ് നയൻസിന്റെ ഭാഗത്തല്ലായിരുന്നു. താൽക്കാലിക ലാഭങ്ങൾക്കായി അടുത്തുകൂടിയവരായിരുന്നു പല കാമുകന്മാരും. നയൻസാവട്ടെ ഹൃദയത്തിൽ തൊട്ടാണ് സ്നേഹിച്ചതും. അവരുടെ ആത്മാർത്ഥതയുടെ യാഥാർത്ഥ്യമൂലം തിരിച്ചറിഞ്ഞ് ഒടുവിൽ വിഘ്നേഷ് ശിവൻ എന്ന നല്ല മനുഷ്യൻ എത്തിയതോടെ വിവാഹമെന്ന ധന്യതയും സംഭവിച്ചു. 2 കുഞ്ഞുങ്ങളുടെ അമ്മയുമായി. വാരി വലിച്ച് പടങ്ങൾ ചെയ്യാതെ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന പ്രൊജക്ടുകൾ മാത്രം തിരഞ്ഞെടുത്തു. പൊതുവെ അനാവശ്യ വിവാദങ്ങളും വാർത്തകളും സൃഷ്ടിക്കുന്ന ശീലം നയൻസിനില്ല. പ്രണയകഥകളിലെ പൊടിപ്പും തൊങ്ങലുമെല്ലാം ഒളിഞ്ഞു നോട്ടക്കാരായ പാപ്പരാസികളുടെ ഭാവനയാണ്. തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശിഷ്ടസമയം കുടുംബത്തിനൊപ്പം ചെലവിട്ടും കഴിയുന്നതാണ് നയൻസിന്റെ ഇപ്പോഴത്തെ ഒരു രീതി. എന്നിട്ടും ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം. കഴിഞ്ഞ ദിവസം നടൻ ധനുഷ് നയൻസിനോട് ചെയ്ത അനീതിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കത്താണ് ഇപ്പോൾ വിവാദത്തിന് ആധാരം. ധനുഷിന്റെ പരിചിതമല്ലാത്ത ഒരു മുഖമാണ് നയൻസ് കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ധനുഷ് നിർമ്മിച്ച് വിജയ് സേതുപതി നായകനായി അഭിനയിച്ച ഞാനും റൗഡി താൻ എന്ന പടത്തിൽ നയൻതാരയായിരുന്നു നായിക. അതേ സെറ്റിൽ വെച്ചാണ് നയൻസും സംവിധായകനായ വിഘ്നേഷ് ശിവനും തമ്മിൽ പ്രണയത്തിലാവുന്നത്. നയൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ബിയോണ്ട് ദ ഫെയറി ടെയിൽ നെറ്റ്ഫ്ലിക്സ് എയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ സിനിമയിലെ ചില സീനുകളും പാട്ടുരംഗങ്ങളും ഉൾപ്പെടുത്താനുള്ള താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും നിർമ്മാതാവായ ധനുഷ് പച്ചക്കൊടി കാട്ടിയില്ല. ഗത്യന്തരമില്ലാതെ സിനിമയുടെ സെറ്റിൽ വെച്ച് സ്വന്തം ഐഫോണിൽ പകർത്തിയ 3 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ദൃശ്യങ്ങൾ നയൻസ് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തുകയുണ്ട്. അത് ധനുഷിനെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല, 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ അനുഭവം നയൻതാരയെ പ്രകോപിപ്പിക്കുകയും അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തതോടെ ധനുഷ് എന്ന നടന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. ഈ വിഷയത്തിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചാൽ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നടൻ ധനുഷാണെന്ന് കാണാം. കാരണം ഞാനും റൗഡി താൻ എന്ന സിനിമ വർഷങ്ങൾക്ക് മുൻപ് റിലീസായ അതിന്റെ പകർപ്പവകാശം ലംഘിക്കപ്പെട്ടു എന്ന് വാദിക്കണമെങ്കിൽ ഒന്നുകിൽ സമാനമായ കഥാംശം ഉൾക്കൊള്ളുന്ന ഒരു പടം ഇതര ഭാഷകളിലോ നിർമ്മിക്കും, അല്ലെങ്കിൽ സിനിമയിലെ ചില ഭാഗങ്ങൾ നിർമ്മാതാവിന്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കപ്പെടും. നയൻതാര ചെയ്തത് ഇതൊന്നുമല്ല. ഏതൊരു സെലിബ്രിറ്റിയെക്കുറിച്ചും അവരുടെ ജീവിതരേഖ എന്ന നിലയിൽ ഡോക്യുമെന്ററി നിർമ്മിക്കപ്പെടുമ്പോൾ അവരുടെ കരിയറിൽ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവുകൾ, സൃഷ്ടികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തുക സ്വാഭാവികം. നയൻതാരയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിജീവിതത്തിൽ കൂടി വഴിത്തിരിവായ ഒരു പടമെന്ന നിലയിൽ ഞാനും റൗഡി താനിലെ രംഗങ്ങളും പാട്ടുകളും ഉൾപ്പെടുത്താനുള്ള സമ്മതം അവർ വളരെ മുൻപേ ധനുഷിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഏറെക്കാലം കാത്തിരുന്നിട്ടും ധനുഷ് അതിനോട് പ്രതികരിക്കാതെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് നയൻസിന്റെ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഇറങ്ങി ധനുഷ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണിപ്പോൾ നയൻതാരയെ ചൊടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ വിവാദങ്ങളൊക്കെ കത്തുകെ ഷീ ഡിക്ലൈൻസ് വാർ എന്ന തലത്തിൽ പുതിയ സിനിമയുടെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് നയൻതാര.